ലോകമെമ്പാടുമുള്ള കൈരളി പ്രേക്ഷകർ, ആദ്യമായിട്ട് നിങ്ങൾക്കേവർക്കും എൻ്റെയും എൻ്റെ കൂട്ടുകാരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസ. ബഹുമാന്യരെ, ഈ സുദിനത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരുവാൻ സാധിച്ചതിൽ ഹൃദയം നിറഞ്ഞ സന്തോഷമുണ്ട്. നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഞാനൊരു ചെറിയ കഥ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഈ കഥയുടെ പേരാണ് അമ്മറ്റ്. ഈ കഥ നടക്കുന്നത് കേരളത്തിൻ്റെ ഹൃദയഭാഗത്താണ്, ഒരു കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തിൻ്റെ പേരാണ് കതിനാക്കുഴി. പ്രിയപ്പെട്ടവർ, ഈ കതിനാക്കുഴി ഗ്രാമത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ, പവപ്പേട്ടോരും അമാനം ഉള്ളോരും അതിങ്ങി പാർത്തിയിടും പ്രദേശം ആണ്. ഒന്നത്തെങ്ങുണ്ട്, വരിക്ക പ്ലാവുണ്ട്, പിന്നെ മൂവാണ്ടൻ മാവുമുണ്ട്, കശുമാവുണ്ട്. നാട്ടിൽ ചേമ്പുണ്ട്, കാട്ടിൽ പാമ്പുണ്ട്, കാക്ക കുഞ്ഞുണ്ട്, കുയിലുണ്ട്, മുയലുണ്ട്. പാവപ്പെട്ടോരും അമാനം ഉള്ളോരും അതിങ്ങി പാർത്തിയിടും പ്രദേശം ആണ്. ഒന്നത്തെങ്ങുണ്ട്, കരിക്കപ്ലാവുണ്ട്, പിന്നെ മൂവാണ്ടൻ മാവുമുണ്ട്, കശുമാവുണ്ട്. നാട്ടിൽ ചേമ്പുണ്ട്, കാട്ടിൽ പാമ്പുണ്ട്, കാക്ക കുഞ്ഞുണ്ട്, കുയിലുണ്ട്, മുയലുണ്ട്. അമ്പുണ്ട്, പമ്പുണ്ട്, മുടിവെട്ടാൻ 4 ബാർബർ ഷോപ്പുണ്ട്. അമ്പുണ്ട്, പമ്പുണ്ട്, മുടിവെട്ടാൻ 4 ബാർബർ ഷോപ്പുണ്ട്. ടാപ്പുണ്ട്, ടാപ്പുണ്ട്, പെൺപിള്ളേരൊത്തിരിയുണ്ട്. സ്റ്റാമ്പുണ്ട്, മൊട്ടക്കുന്നും പുറമുണ്ട്, നാൽക്കാലിക്കൂടുണ്ട്, കൈക്കോട്ടും കൈത്തോടും വേലിയുമുണ്ട്. ചന്തകളുണ്ട്, ചന്തകളുണ്ട്, പിന്നെ LP UP ഹൈസ്കൂൾ ഇതും അവിടുണ്ട്. പാവപ്പെട്ടോരും അമാനം ഉള്ളോരും തിങ്ങിപ്പാർത്തിയിടും പ്രദേശം ആണ്. ഒന്നത്തെങ്ങുണ്ട്, വരിക്കപ്ലാവുണ്ട്, പിന്നെ മൂവാണ്ടൻ മാവുമുണ്ട്, കശുമാവുണ്ട്. നാട്ടിൽ ചേമ്പുണ്ട്, കാട്ടിൽ പാമ്പുണ്ട്, കാക്ക കുഞ്ഞുണ്ട്, കുയിലുണ്ട്, മുയലുണ്ട്. ഒരു കൊച്ചു ഗ്രാമം. പ്രിയപ്പെട്ടവരെ, ഈ കതിനാക്കുഴി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ പൊന്നോണത്തിനന്ന്, അല്ലെങ്കിൽ തിരുവോണത്തിനന്ന്, അല്ലെങ്കിൽ നമ്മുടെ എത്ര ദിവസം ഓണമുണ്ടോ അത്രയും ദിവസം സന്തോഷം കൊണ്ട് അവർക്ക് കണ്ണു കാണാൻ വയ്യ. ഊഞ്ഞാലാട്ടം, വള്ളംകളി, തുമ്പിതുള്ളൽ എന്ന് വേണ്ട ഓരോ കളികളും കണ്ട് ആ ജനങ്ങളുടെ സന്തോഷം കൊണ്ട് അങ്ങനെ പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതാ ഒരു കളി വരുന്നത്. കടുവാകളിയാണ്ടടാ ഓടിവാ ഓടിവാ, കണ്ടില്ലേ നഷ്ടമാ ഓടിവാ ഓടിവാ. കടുവാകളിയാണ്ടടാ ഓടിവാ ഓടിവാ, കണ്ടില്ലേ നഷ്ടമാ ഓടിവാ ഓടിവാ. നാട്ടാരുകൂടി ഒരുപാട് ചിലർ മേലോട്ട് ചാടി, അതുപോലെ ഓക്കുമായി വേറൊരാൾ ഓടുവാ ചാടുവാ. കടുവാകളിയാണ്ടടാ ഓടിവാ ഓടിവാ, കണ്ടില്ലേ നഷ്ടമാ ഓടിവാ ഓടിവാ. പ്രിയപ്പെട്ടവരെ, ഈ കതിനാക്കുഴി ഗ്രാമത്തിൽ ആപാലവൃദ്ധ ജനങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു, നാനാജാതി മാസമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഒത്തിരി ആൾക്കാർ അവിടെ ഉണ്ടെങ്കിലും അവിടുത്തെ ഏറ്റവും ഫേമസ് ആയ ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് പടക്കം പപ്പനാഭൻ. പ്രിയപ്പെട്ടവർ, സുമുഖനാണ്, സുന്ദരനാണ് അദ്ദേഹം. ആ നാട്ടിൽ ഒത്തിരി വെടിക്കെട്ടുകാരുണ്ടെങ്കിലും പപ്പനാഭൻ ചേട്ടനാണ് ഇഷ്ടം പോലെ വെടിക്കെട്ടിൻ്റെ ഓഫർ വരുന്നത്. കാരണം അതിന് കാര്യമുണ്ട്. പപ്പനാഭൻ ചേട്ടൻ ആര് ഈ വെടിക്കെട്ടിന് അഡ്വാൻസുമായിട്ട് വന്നു കഴിഞ്ഞാലും പപ്പനാഭൻ ചേട്ടനൊരു ഇതുകൊണ്ട് പൊട്ടിച്ചിരിയുണ്ട്. ചിരിച്ച് അവരെ സ്നേഹിച്ച് അവരെ അഡ്വാൻസൊക്കെ വാങ്ങിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു പപ്പനാഭൻ ചേട്ടൻ. പക്ഷേ ഇപ്പോഴേ കുറച്ച് നാളായിട്ട് അതില്ല. എന്താണെന്നറിയോ, കയ്യിലിരുന്ന് ഒരു കതിനാ പൊട്ടി, വായിൽ പല്ല് മുഴുവൻ തെറിച്ച് വീണു. പറമ്പിന് അതിരേൻ്റെ നാട്ടുമാർ 4 പല്ല് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അത് കാരണം ആര് വന്നാലും പപ്പനാഭൻ ചേട്ടൻ ചിരിക്കത്തില്ല. ഈ പപ്പനാഭൻ ചേട്ടൻ ആര് നിസ്സാരക്കാരനൊന്നുമല്ല. കാരണം മൂക്കിൻ്റെ തുമ്പത്താണ് ദേഷ്യം. പ്രിയപ്പെട്ടവർ, അത് പറയാൻ കാര്യമൊന്നുമല്ല. പപ്പനാഭൻ ചേട്ടൻ ഒരു കല്യാണം കഴിച്ചു. അവരുടെ പേരാണ് പാറുവമ്മ.
സുന്ദരിയാണ്, ശാലിനിയാണ്, പരിശുദ്ധയാണ്. പപ്പനാമൻ ചേട്ടൻ്റെ സൗന്ദര്യത്തിന് അത്ര മോശമൊന്നും ഒന്നുമല്ല. ഒന്ന് എഴുന്നേറ്റിരുന്നു ചേട്ടാ, ഒന്ന് എഴുന്നേറ്റിരുന്നു. ഈ രൂപമാണ് പപ്പനാമൻ ചേട്ടൻ, അത്ര മോശമല്ല. അപ്പോൾ പാറുമ്മ അതിലൊക്കെ ഫാർ ബെറ്ററാണ്. ഈ പാറുമ്മ അയലത്തുള്ളവരൊക്കെ വിളിക്കുന്ന പേരാണെന്നറിയോ? എന്താണെന്നറിയോ? വെടിക്കെട്ടുകാരൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല, അവരെ വിളിക്കുന്ന പേര് അമിട്ടുപാറു. അമിട്ടുപാറു എന്നാണ് വിളിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഈ പാറുമ്മ സുന്ദരിയാണ്. പപ്പനാമൻ ചേട്ടൻ പാറുമ്മ കല്യാണം കഴിഞ്ഞിട്ട് 16 വർഷമായി. ക്യാഫലം കൊച്ചിനഹി, കുച്ചിനഹിയല്ല, കൊച്ചിനഹി. നേർച്ചയും കാഴ്ചയും വഴിപാടുമായിട്ട് പാറുമ്മ അങ്ങനെ നടക്കുകയാണ്. പ്രിയപ്പെട്ടവർ, പപ്പനാമൻ ചേട്ടനായി അതിബുദ്ധിമാനാണ്. ഈ ചെറുപ്പത്തിലൊക്കെ പുള്ളിക്കാരൻ അതായത് ഈ വെടിക്കെട്ടിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, വെടിക്കെട്ടിന് പഠിക്കുന്ന ആ സമയം അമ്പലങ്ങളിലൊക്കെ ഇപ്പോൾ അച്ഛൻ്റെ കൂടെ പോകുമ്പോഴത്തേക്ക് ഉത്സവത്തിലൊക്കെ ഒത്തിരി പെൺപിള്ളേരൊക്കെ ഇങ്ങനെ വരികയൊക്കെ ചെയ്യും, പെൺപിള്ളേർ. അപ്പോൾ അവരെ കാണാനൊക്കെ വേണ്ടി അപ്പോൾ മുണ്ടൊക്കെ കൊടുത്തുകൊണ്ട് പോയിട്ട് അങ്ങനെ പപ്പനാമൻ ചേട്ടനെ ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. പുള്ളിക്കാരനൊരു ദിവസം എന്ത് ചെയ്യുന്നറിയോ? അച്ഛനറിയാതുകൊണ്ട് ആ ടൗണിലൊരു കടയിൽ നിന്ന് ഒരു പാൻറ്റ് വാങ്ങിച്ചു. വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് ഈ പപ്പനാമൻ ചേട്ടനേക്കാൾ ഒരു 3/4 അടി നീളക്കൂടുതല്ല പാൻറ്റിന്. അത് സാരമില്ല, വീട്ടിൽ തയ്യൽ മെഷീനുണ്ട്, അമ്മയ്ക്ക് തയ്ക്കാനറിയാം, ചേച്ചിക്ക് തയ്ക്കാനറിയാം, ചിറ്റപ്പന് തയ്ക്കാനറിയാം. പപ്പനാമൻ ചേട്ടൻ ഇത് മടക്കിക്കൊണ്ട് നേരെ വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാനിന്നൊരു പാൻറ്റ് വാങ്ങിച്ച് ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് 3/4 അടി നീളക്കൂടുതല്ല. എൻ്റെ പൊന്നമ്മച്ചി, അമ്മച്ചിക്ക് തയ്ക്കാനറിയാമല്ലോ, 3/4 അടി കൊണ്ട് മുറിച്ച് കളഞ്ഞിട്ടൊന്ന് തയ്ച്ച് തരാമോ എന്ന് ചോദിച്ചു. പറഞ്ഞാൽ അമ്മ പറഞ്ഞു, മോനെ അമ്മയ്ക്ക് സമയമില്ല, എനിക്കിട്ടൊന്ന് 100 കൂട്ടം പണിയാണ് കിടക്കുന്നത്, നീ ചേച്ചിയെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. പറഞ്ഞാൽ ഈ പാൻറ്റ് കൊടുത്ത് ചേച്ചിയോട് എന്ന് പറയുമ്പോൾ ചേച്ചി പറയുകയാണ്, എൻ്റെ പൊന്നു മക്കളെ എനിക്ക് സമയമില്ല, ഞാൻ 4ാമത്തെ പ്രാവശ്യം 10ാം ക്ലാസ്സിന് എഴുതാൻ പോകുന്നത്, അതുകൊണ്ട് എനിക്ക് സമയമില്ല, നീ ചിറ്റപ്പനെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ഉടനെ ഈ പാൻറ്റ് കൊടുത്തുകൊണ്ട് ചിറ്റപ്പനോട് എന്ന് പറയുമ്പോൾ ചിറ്റപ്പൻ ഷർട്ടും മുണ്ടും ധരിച്ചുകൊണ്ട് വരും. എൻ്റെ പൊന്നു മോനെ എനിക്ക് 10:30 ഒരു കമ്മിറ്റിയുണ്ട്, ആ കമ്മിറ്റിയും കഴിഞ്ഞ് ഞാൻ തിരിച്ച് വരുമ്പോൾ സമയമുണ്ടോ തയ്ച്ച് വെച്ചേക്കാം, നീ ഇവിടെ വെച്ചേക്കാൻ പറഞ്ഞു. ഇവന് വലിയ നിരാശയായിപ്പോയി, വലിയ ആഗ്രഹിച്ച ഒരു പാൻറ്റ് എടുത്ത് അവനെ മടക്കി കൂട്ടിയെടുത്ത് അലമാര തുറന്ന് അലമാരയ്ക്ക് അതൊക്കെ ഒറ്റ ഏറ് വെച്ചു. എന്നിട്ട് അവൻ നടന്നങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്ക് തോന്നി, ദൈവമേ എനിക്ക് ആകെ ഒറ്റ മകനല്ലേ ഉള്ളൂ, അവന് ഞാനില്ലാണ്ട് ആരാ ഒരു പാൻറ്റ് തയ്ച്ച് കൊടുക്കാനിരിക്കുന്നത്. വീട്ടിലുള്ളവരൊക്കെ അല്പം താമസിച്ച് ആഹാരം കഴിച്ചാമെന്നും പറഞ്ഞ് അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് അലമാര തുറന്ന് പാൻറ്റ് എടുത്ത് 3/4 അടി വെട്ടിച്ച് കണ്ടിച്ച് കളഞ്ഞിട്ട് അങ്ങ് തയ്ച്ചു വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തോന്നി, ചേച്ചിക്ക് തോന്നുന്നു, ദൈവമേ എനിക്ക് ആകെ ഒറ്റ ആങ്ങളയല്ലേ ഉള്ളൂ, അവന് ഞാനില്ലാണ്ട് വേറെ ആരാ പാൻറ്റ് തയ്ച്ച് കൊടുക്കാനിരിക്കുന്നത്. ചേച്ചി ബുക്ക് മടക്കി വെച്ചിട്ട് ചേച്ചി ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി വന്ന് അലമാര തുറന്ന് പാൻറ്റ് എടുത്ത് ചേച്ചി 3/4 അടി കൊണ്ട് മുറിച്ച് കളഞ്ഞിട്ട് അങ്ങ് തയ്ച്ചു വെച്ചു. ഒരു 9:30 ആയപ്പോൾ കമ്മിറ്റി കഴിഞ്ഞ് ചിറ്റപ്പൻ ഓടി വന്നു. ചിറ്റപ്പൻ ഓടി വന്നിട്ട് പറഞ്ഞു, അലമാരി തുറന്ന് പാൻറ്റ് എടുത്ത് ചിറ്റപ്പനും ഒരു 3/4 അടി കണ്ട് വെട്ടിക്കണ്ടിച്ച് കളഞ്ഞിട്ട് അങ്ങ് തയ്ച്ചു വെച്ചു. ഒരു 3-3:30 ആയപ്പോൾ അവൻ വീട്ടിൽ കയറി ചെന്ന് ചോദിച്ചു, പാൻറ്റ് തയ്ച്ചോ? എല്ലാവരും പറഞ്ഞ് തയ്ച്ചെന്ന് പറഞ്ഞ് അവനും വലിയ സന്തോഷമായി. അവന് ഓടിച്ചാടി കയറി കുളിമുറിയിലേക്ക് കയറി കുളിയെല്ലാം കഴിഞ്ഞ് വെളിയിലേക്ക് വന്ന് അലമാര തുറന്ന് പാൻറ്റ് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് അണ്ടറിൻ്റെ നീളത്തുള്ളൊരു പാൻറ്റ് ഇരിക്കും. പ്രിയപ്പെട്ടവർ, അതിനുശേഷമാണ് അങ്ങനെയുള്ള സംഗതിയൊക്കെ ഈ ബെർമുഡ ആയിപ്പോയത്. എന്തു ആയിക്കോട്ടെ, നമ്മുടെ പപ്പനാമൻ ചേട്ടൻ ഇങ്ങനെ ചില അബദ്ധങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പപ്പനാമൻ ചേട്ടൻ പാറുമ്മ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞില്ലേ, 16 വർഷമായി ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി പാറുമ്മ നാടിൻ്റെ നാനാഭാഗത്ത് ഓടി നടക്കുകയാണ്. പുണ്യസ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളിലും വഴിപാടും വെടിക്കെട്ടുപാടും ഇങ്ങനെ നടക്കുകയാണ്. ഒരു കുഞ്ഞ് ജനിക്കണേന്ന് പറഞ്ഞ് ക്യാഫലം കൊച്ചിനെ. പ്രിയപ്പെട്ടവരെ, ഒരു സത്യം പറയട്ടെ, ആ ഗ്രാമത്തിലുള്ള സ്ത്രീകളെല്ലാം കൂടെ പറഞ്ഞു, പാറുമ്മേ ഇവിടുന്ന് 10 കിലോമീറ്റർ അകലെ ഒരു 3 കിലോമീറ്റർ കുന്നിൻ്റെ നിറകിൽ ഒരു ആശ്രമമുണ്ട്, അവിടെ ഒരു സ്വാമി വന്നിട്ടുണ്ട്. പാറുമ്മ ചെന്നൊന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പാറുമ്മ ദൈവം അനുഗ്രഹിക്കും, ദൈവം അനുഗ്രഹിക്കും പാറുമ്മേ. പ്രിയപ്പെട്ടവരെ, പാറുമ്മ കേട്ട പാതി കേൾക്കാത്ത പാതി കുളി കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറി 10 കിലോമീറ്റർ ബസ്സിൽ ചെന്നിട്ട് 3 കിലോമീറ്റർ കുന്നിൻ്റെ നിറകിൽ കയറി ചെന്നപ്പോൾ ആശ്രമമുണ്ട്. ഭക്തജനങ്ങൾ സ്വാമിയെ പൊതിഞ്ഞിരിക്കുകയാണ്. അവരെ വകഞ്ഞു മാറ്റിക്കൊണ്ട് പാറുമ്മ കയറി ചെന്നപ്പോഴത്തേക്ക് സ്വാമി പത്മാസനത്തിലിരിക്കുക. ആ ഭക്തജനങ്ങളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് പാറുമ്മ കയറി ചെന്നിട്ട് ആ സ്വാമിയുടെ പാദത്തിലേക്ക് അലച്ചു വീണു. സ്വാമി, ഞാൻ പടക്ക പപ്പനാവൻ്റെ ഭാര്യ, ഒരു കുഞ്ഞിക്കാല് കാണാൻ കൊതിയ, എന്നെ രക്ഷിക്കണ സ്വാമി. പെട്ടെന്ന് ആ സ്വാമി ചാടി എഴുന്നേറ്റ് പാറുമ്മയെ പിടിച്ച് മാറിനോട് ചേർത്ത് എന്നിട്ട് പറഞ്ഞു, ഡോൺ ക്രൈ, ഡോൺ ക്രൈ, കരയാതെ പാറുമ്മ. അതിനുശേഷം ഒരു തൂശനില എടുത്ത് ഇത്രയും നീളൊരു വടിയെടുത്ത് അതിനകത്ത് വെച്ച് കുറച്ച് പൂക്കൾ വിട്ട് പാറുമ്മയുടെ കൊടുത്ത് ഇതെന്തിനാണെന്ന് ചോദിച്ചു. ഇത് വീട്ടിൽ കൊണ്ടുവച്ച് 2 നേരം പൂജിക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, രാവിലെ വൈകുന്നേരം സ്വാമി കൊടുത്ത വടി പൂജിക്കുവാൻ തുടങ്ങി.
പ്രിയപ്പെട്ടവരെ, അത്ഭുതം എന്ന് പറയട്ടെ, പിറ്റേ വർഷം ആ വീട്ടിലേക്ക് ഒരു പെൺകുഞ്ഞ് പിറന്ന് വീഴുകയാണ്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി പപ്പനാ ചേട്ടൻ 10 കതിനയ്ക്ക് തീ കൊടുത്തിട്ട് ഓടി വന്ന് ആ കുഞ്ഞിനെ വാരിയെടുത്ത് 2 ഉമ്മ കൊടുത്ത്. 2ആണോ 3ആണോ? 3 കൊടുത്തായിരുന്നല്ലോ. അതെ, ഒരെണ്ണം ചീറ്റിപ്പോയി, കാരണം 4 പല്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞിനെ എടുത്ത് മാറിയോടെ ചേർത്തിട്ട് കലണ്ടറിലേക്ക് നോക്കി. പൂരാടം നക്ഷത്രം, ഒരു പെൺകുഞ്ഞ്. പൂരാടം നക്ഷത്രത്തിൽ പൂ പോലെ പെൺകുഞ്ഞൊന്ന് പിറന്നുവല്ലോ, ആ വീട്ടിൽ പിറന്നുവല്ലോ. പൂരാടം നക്ഷത്രത്തിൽ പൂ പോലെ പെൺകുഞ്ഞൊന്നു പിറന്നുവല്ലോ, ആ വീട്ടിൽ പിറന്നുവല്ലോ. അച്ഛൻ്റെയും കാട്ടുണ്ടല്ലോ, അമ്മയുടെ കാട്ടുണ്ടല്ലോ, ആഹുവീതം, ആ 2ഉം ആഹുവീതം. ഓ കുഞ്ഞാണേ, കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണ്. ഓ കുഞ്ഞാണേ, കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണ്, ഞാനാണ്. പൂരാടം പൂരാടം നക്ഷത്രത്തിൽ പൂ പോലെ പെൺകുഞ്ഞൊന്നു പിറന്നുവല്ലോ, ആ വീട്ടിൽ പിറന്നുവല്ലോ. കൊച്ചിൻ്റെ ഒച്ചയാണ് എലിവാണം പോണ പോലെ, മൂങ്ങാമോന്തയല്ല, ചൊടിയേറെ പരന്നതല്ല, കൈയും കാലുമാണ് വികലാംഗ സ്റ്റൈലിലല്ല, വട്ടമുഖം ഓന്തിനെ പോൽ നീണ്ട ചുണ്ടുകളല്ല, അതിനൊത്ത നിറം മഞ്ഞളൊത്തിരി ചേർത്ത് വെച്ചതുപോലെയോ. കുഞ്ഞാണ്, കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണ്. യോ കുഞ്ഞാണ്, കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണ്, ഞാനാണ്. പൂരാടം. നല്ല കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ നമ്മളെ നല്ല ആഹാരം കൊടുക്കും, അല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? എന്താ കുഞ്ഞിന് കൊടുക്കുന്നത്? പുട്ടും. അതാ കുഞ്ഞ്. ഞാൻ ആ കുഞ്ഞിനെ കണ്ണും തള്ളിയാണ് നടക്കുന്നത്. പുട്ടും പഴവും കൊടുക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല. നിങ്ങളുടെ കൊച്ചിന് ആഹാരം കൊടുക്കുന്നത്? ആ മിടുക്ക. നേരത്തെ കൊടുത്തിരുന്ന സാധനമൊക്കെ മാറ്റി, അല്ലേ? അത് തന്നെ. പക്ഷേ പടക്ക പപ്പനാവും ചേർന്നും പാറുമേയും കുഞ്ഞിന് കൊടുത്ത ആഹാരം എന്താണെന്നറിയോ? ഫാരക്സും അനിൽ സ്പ്രേയും ബോൺവിറ്റെ മാമുൽ സ്പ്രേയും ഹോർലിക്സും കാഡ്ബറീസും കലക്കി നൽകി മകൾക്കു നൽകി. ആട്ടിൻ പാലും പശുവിൻ പാലും തേങ്ങാപ്പാലും എരുമപ്പാലും മിൽമപ്പാലും പ്രാണിപ്പാലും കുറച്ച് നൽകി വളർന്നു വേഗം. ബൂസ്റ്റ് നൽകി, ബിസ്ക്കറ്റ് നൽകി, പ്രാണിരൽപ്പം കോംപ്ലാൻ നൽകി, ന്യൂട്രമൂലും ജീവൻ തോണും ന്യൂട്ടറിൽ നൽകി വളർന്നു വേഗം. അവൾ സുന്ദരിയാണെന്ന്, അവൾ ആ ഗ്രാമത്തിൻ്റെ, ആ കതിനാക്കുഴി ഗ്രാമത്തിൻ്റെ അത്ഭുതമാണെന്ന്. പ്രിയപ്പെട്ടവരെ, സത്യം പറയാമല്ലോ, സൗന്ദര്യത്തിൻ്റെ പ്രതീകമാണ്. അവൾ വളർന്ന് വലുതായി. ആ കതിനാക്കുഴി ഗ്രാമത്തിൽ ഒരു കൊടുങ്കാറ്റ് പോലെ അവളങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് 76 വയസ്സിന് മുകളിലോട്ടുള്ള വയസ്സന്മാരുടെ പിളരിയൊക്കെ അത് ഇങ്ങനെയാണ് ഇടറിയിരിക്കുന്നത്. വെപ്രാളത്തിലുള്ള നോട്ടമാണ്. ഈ പെണ്ണ് സുന്ദരിയാണ്, പരിശുദ്ധിയാണ്. അവൾ +3 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പോട്ടെ, അവളത് ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ഒരു സിനിമാ നടൻ നിൽക്കുന്നു കേട്ടോ. രൂപം കണ്ടാൽ ശ്രീദേവിയ അമ്പമ്പോ, നോട്ടം കണ്ടാൽ ശ്രീവിദ്യയ അമ്പമ്പോ, നേരെ നിന്നാൽ അനുരാധയ അമ്പമ്പോ, വായിക്കിൽ നിന്നാൽ മധുബാലയ. സിലകിനെ പോലെ ബോഡി സ്ലിമ്മാണല്ലോ, ഉർവശിയാണോ പെണ്ണു ഉണ്ണിമേരിയോ. ആ സിലകിനെ പോലെ ബോഡി സ്ലിമ്മാണല്ലോ, ഉർവശിയാണോ പെണ്ണു ഉണ്ണിമേരിയോ. രൂപം കണ്ടാൽ ശ്രീദേവിയ അമ്പമ്പോ, നോട്ടം കണ്ടാൽ ശ്രീവിദ്യയ അമ്പമ്പോ, നേരെ നിന്നാൽ അനുരാധയ. അങ്ങനെയാണ് ഇവള് +3 പഠിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇവള് കയറുന്ന കോളേജിൽ ബസ്സിൽ കയറാൻ വേണ്ടി, ഇവള് കയറുന്ന ബസ്സിൽ കയറാൻ വേണ്ടി ആ നാട്ടിലെ ചെറുപ്പക്കാർ കലിങ്ങിലും കയ്യാലമാട്ടിലും പതുങ്ങിയിരിക്കുക, വേറൊന്നുമല്ല. അവൾ കയറുന്ന ബസ്സിൽ കയറണം, ഒന്ന് മുട്ടണം, ഒന്ന് തട്ടണം, അതൊക്കെയുള്ള കാര്യം. അവളിങ്ങനെ വരുമ്പോഴത്തേക്ക് ചെറുപ്പക്കാരെ, അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്ന് ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന സമയത്ത് ചെറുപ്പക്കാർ ആമ്പിള്ളേർ വിളിച്ച് പറയും, പാറുവിൻ്റെ മകൾ വരുന്നളിയ എവിടെ ആണ്ടേ, ഓ
കോളേജിൽ പോകാൻ വരുവാനളിയ ഇത് പതിവാനളിയ പാറുവിൻ്റെ മകള് വരുന്നളിയ എവിടെ അണ്ടേ കോളേജിൽ പോകാൻ വരുവാനളിയ ഇത് പതിവാനളിയ അമ്പം പോയെന്തൊരു വരവളിയ എൻ്റെ നിന്റെ കൺട്രോള് തെറ്റും വരവാനളിയ ഇത് പതിവാനളിയ അടിവെട്ടിയം മിടിയാനളിയ അവിടച്ചൻ പിശകാനളിയ അടിവെട്ടിയം മിടിയാനളിയ അവിടച്ചൻ പിശകാനളിയ ആരും തല്ലും കുഞ്ഞുഞ്ഞമ്മയും കുഞ്ഞൻ ഒപ്പം കുണ്ടളിയ അയ്യയ്യയ്യയ്യയ്യയ്യ പാറുവിൻ്റെ മകള് വരുന്നളിയ എവിടെ അണ്ട് കോളേജിൽ പോകാൻ വരുവാനളിയ ഇത് പതിവാനളിയ എല്ലാ ദിവസവും ഇങ്ങനെയാണ് കോളേജിൽ പോയിട്ട് തിരിച്ചു വരും. ഒരു ദിവസം ശനിയാഴ്ച അവളുടെ അമ്മ പറഞ്ഞു മോളെ ഇന്ന് റേഷനിൽ വാങ്ങിക്കണ്ടേ മറന്നുപോയി. സഞ്ചി എടുത്തുകൊണ്ട് ബുക്കിന് കൂടെ അവൾ വെച്ച് കോളേജിന് തൊട്ടടുത്ത റേഷൻ കട ആ സഞ്ചി അവിടെ കൊണ്ട് വെച്ചിട്ട് അവൾ കോളേജിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് അരിയും പഞ്ചസാരയും സഞ്ചി നിറച്ച് പതിവിലും കൂടുതലുണ്ടായിരുന്നു. അവൾ ആ അരിയും പഞ്ചസാരയും എടുത്ത് ഈ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് റോഡിൻ്റെ മധ്യഭാഗം ആയപ്പോഴത്തേക്ക് ഈ വെയിറ്റ് കൊണ്ട് സഞ്ചിയുടെ വള്ളി പൊട്ടിയിട്ട് അരിയും പഞ്ചസാര റോഡിലേക്ക് തകർന്ന മനസ്സുമായി അവൾ അവിടെ തന്നെ കുത്തിയിരുന്നു. പൊട്ടിക്കരയണമെന്നുണ്ട്, നാട്ടുകാർ നോക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല. അവൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ആ റേഷൻ കടയിൽ നിന്ന് 2 കണ്ണാണോ 3 കണ്ണാണോ ഒരു ഒറ്റക്കള്ളഞ്ഞും ഉണ്ടായിരുന്നു, അതാ ഞാൻ പറഞ്ഞത്. അതിലെ 2 കണ്ണുള്ള പുള്ളി നേരെ അവളുടെ സമീപത്തേക്ക് വന്നിട്ട് പറയാണ് ടാറുരുകിയ റോഡില് സഞ്ചിയുമായിരുന്നൊറ്റയ്ക്ക് റേഷൻ അരിവാഴുന്നൊരു നാട്ടുകാരി ഈ ആട്ടിൽ സ്പെഷ്യലുണ്ടോ കൂട്ടുകാരി റൂട്ടിലോടുന്ന വണ്ടികൾ പെട്ടെന്ന് വഴി വന്നാൽ ടയർ കയറിയ ലരി പോകിലെ നാട്ടുകാരി സ്ലോ മോഷനിൽ വാരാതി സ്പീഡിലാക്കൂ. പ്രിയപ്പെട്ടവർ സത്യം പറയുമല്ലോ, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ആ സഞ്ചി അങ്ങോട്ട് പിളർത്തി പിടിക്കുക. അവൾ യാന്ത്രികമായിട്ട് സഞ്ചി പിളർത്തി. അദ്ദേഹം അവളുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് അരിയും പഞ്ചസാരയും വാരി ആ സഞ്ചിയിലേക്ക്. പ്രിയപ്പെട്ടവരെ ലോകത്തിൽ ആദ്യമായിട്ടൊരു പ്രേമം, അരിവാരി കൊടുത്ത പ്രേമം. പ്രിയപ്പെട്ടവരെ സഞ്ചി നിറഞ്ഞപ്പോഴത്തേക്ക് അവൾ എഴുന്നേറ്റ് പോകാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞു എനിക്ക് മനസ്സിലായി പടക്കപ്പനാവഞ്ചേട്ടൻ്റെ മകളല്ലേ, പങ്കജാക്ഷി എന്നല്ലേ പേര്, എൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരവും പായ പങ്കജാക്ഷി. അവൾ നടന്നു പോയി. അപ്പോഴും അവൻ്റെ കണ്ണുകൾ അവളിലേക്ക് അങ്ങനെ ഉടക്കിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ ചെന്നു അരിയും പഞ്ചസാരയും കൊണ്ട് അമ്മയുടെ കൊടുത്തിട്ട് പറഞ്ഞു അമ്മയെ പായസം വെച്ചേക്കാൻ പറഞ്ഞ് അവൾ കയറിക്കണം. വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. അതങ്ങനെയാണ് കാര്യം. ഈ പെണ്ണ് ടീനേജാണ്. ഈ ടീനേജിന് ഗുണം അറിയാവോ? 13 to 19 പിടി കിട്ടാത്ത പ്രായം. ശരിയല്ലേ? അങ്ങനെയാണ് പുള്ളിക്കാരനെ വീട്ടിൽ നിന്ന് വിളിച്ചു വിട്ടു. അയലത്തുള്ള പെമ്പിള്ളേരൊക്കെ പുള്ളി ഇങ്ങനെ പോയി നോക്കിയിരിക്കും അവിടേക്ക്. അത് കാരണം അതങ്ങനെയാണ്. 13 to 19 ഞാൻ പറയാൻ കാര്യം ഒരു മഹാകവി, ഞാനല്ല കേട്ടോ, വേറൊരു മഹാകവി ഒരു കവിത എഴുതിയിട്ടുണ്ട്. വള്ളിക്ക് നാമ്പ് മുളയ്ക്കുന്ന കാലത്ത് മുള്ളുള്ളതാണേലും മരം ഒന്ന് അടുത്ത് വേണമെന്ന്. അതാണ് ഈ ടീനേജിൻ്റെ പ്രത്യേകത. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ചെറുപ്പക്കാരൻ്റെ നോട്ടം അവളിലേക്ക് ആകർഷിച്ചത്. പിന്നെ പോകുമ്പോൾ പല ദിവസം അവൾ കോളേജ് വെച്ച് അദ്ദേഹത്തെ നോക്കും, ഇങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് നോക്കും. കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ രണ്ടും ചിരിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സംസാരിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കത്തുകൾ കൈമാറാൻ തുടങ്ങി. അങ്ങനെ പടക്കപ്പനാവശ്യം വീടില്ലാ സമയം നോക്കി ഈ പങ്കജാക്ഷൻ അവരെ വീട്ടിൽ ചെന്നു. അമ്മയില്ലായിരുന്നു അവിടെ. അമ്മ മാർക്കറ്റിലേക്ക് വന്ന് കണ്ടിട്ടാണ് ഈ പങ്കജാക്ഷൻ പോയത്. അവിടെ ഞാൻ ചോദിച്ചു പങ്കജാക്ഷി എന്താ? അയ്യോ ചേട്ടനാണോ, എന്താ വന്നത്? ഞാനേ ആ ടി വിയിലൊരു സംഭവം ഇന്നും ഉണ്ടെന്ന് പറഞ്ഞു, ഒന്ന് കാണാൻ വന്ന. അയ്യോ ചേട്ടാ കറണ്ടില്ല. ഇവിടെയും കറണ്ടില്ല, അവൻ്റെ വീട്ടിൽ കറണ്ടില്ല. ഇതെങ്ങനെയാണ് ചേട്ടാ പിന്നെ കാണുന്നത്? പറഞ്ഞാൽ അവളോട് ചോദിച്ചത് എങ്ങനെയാണ് സംഭവിച്ചത്? പറയുകയാണ് ഇവിടുത്തെ വീട്ടിലും അയലത്തെ വീട്ടിലും മുടിയാൻ കരണ്ടില്ലല്ലോ, ഈ ആഴ്ചയിലെ സിനിമ കാണാതിരുന്നാൽ നഷ്ടമാണ്,
അത് കാണാതിരുന്നാൽ നഷ്ടമാണ്. കാറ്റേറ്റുമാവു വേടന്നതിനാലോ ഏതേലും പോസ്റ്റ് ഓടിഞ്ഞതിനാലോ ഫ്യൂസൂര് ശത്രുക്കൾ മാറ്റിയതാണോ ആകെ കുഴഞ്ഞല്ലോ ഈ ആഴ്ച. ആഹാ ഓഹോ ഈ ആഹാ ഇവിടത്തെ വീട്ടിലും അയലത്തെ വീട്ടിലും മുടിയാൻ കരണ്ടില്ലല്ലോ ഈ ആഴ്ചയിലെ സിനിമ കാണാതിരുന്നാൽ നഷ്ടമാണ്. അത് കാണാതിരുന്നാൽ നഷ്ടമാണ്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പാർവമ്മ ആ വീട്ടിലേക്ക് കയറി വന്നു. പാർവമ്മയെ കണ്ടപ്പോഴേ ഇവനെ പങ്കജാക്ഷൻ എഴുന്നേറ്റ്. അയ്യോ നീ എന്തിനാ ഇവിടെ വന്ന്? അപ്പോൾ ഞാൻ പങ്കജാക്ഷിയെ കണ്ടൊരു സംശയം ചോദിക്കാൻ വന്നു. എന്ത് സംശയം? അല്ല ഈ ടി വി ഈ കറണ്ട് ഈ പോസ്റ്റ് ടി വി കറണ്ട് പോസ്റ്റ് ഇത് തന്നെ അല്ല ഞങ്ങളുടെ വീട്ടിൽ കറണ്ടില്ല, ഇവിടെയും കറണ്ടില്ല. അവനെന്നാൽ ഞാൻ പോകാമെന്നും പറഞ്ഞ് പോകാൻ നേരത്തെ ആ തള്ള വിളിച്ച് പറഞ്ഞ് മോനെ നീ വരുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷേ എന്നാണെന്നറിയോ ഒന്നും ഈ പപ്പനാചാരൻ ഇവിടെ വേണം, അല്ലെങ്കിൽ ഞാനിവിടെ വേണം, അല്ലെങ്കിൽ ഞങ്ങളുടെ പട്ടി ഇവിടെ വേണം. പറയാൻ മനസ്സിലായി? നീ ചുമ്മാ കയറി വരരുത്. അവനൊന്നും മിണ്ടാതെ പോയി. അവൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പാർവമ്മ രൂക്ഷമായിട്ട് പങ്കജാക്ഷി ഒന്ന് നോക്കി. അപ്പം എത്ര നാളായി ഈ പണി? നാട്ടുകാർ പലരൊക്കെ പറയുന്നത് ഞാൻ അറിയുന്നുണ്ട്. നീ പിന്നെ പുറകെ നടക്കുമല്ലേ? അത് അവൻ നിന്റെ പുറകെ നടക്കുവാണ്.